ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും, ഒരാൾക്ക് ഹെയർ കട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറും നല്ല ലെങ്തും നല്ല തിക്നെസ് ഉള്ള ഹെയറാണ്. നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് കുറച്ചിട്ടില്ല. രണ്ടാമത്തെ ഹെയർ എൻ്റെ ഫ്രണ്ടിൻ്റെ മോള്. അപ്പം കുഞ്ഞു കുട്ടിയായിട്ടിരിക്കുമ്പോൾ മുതൽ ഞാൻ കുട്ടിയുടെ ഹെയർ കട്ട് ചെയ്യുന്നത്. അത് ഒരുപാട് ലെങ്ത് വെപ്പിക്കത്തില്ല, എപ്പോഴും നല്ല ഷോർട്ടാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് ലെങ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ വന്ന് ഷോൾഡറിന് തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്യും. അതും നല്ല വോളിയം കൂടുതൽ തോന്നിക്കുന്ന രീതിയിലുള്ള കട്ട് വേണം, അല്ലാതെ സ്മൂത്തനിങ്ങോ അങ്ങനെ കെരാറ്റിനോ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഹെയർ നല്ല ഹെയർ അതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പം കുറച്ച് ലെങ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം നമ്മൾ ഷോർട്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാം. മൂന്നാമത്തെ ഹെയർ തിന്നായിട്ടുള്ള ഹെയറാണ്. അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ലെങ്ത് കുറയ്ക്കാതെ. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്തു നിന്ന് തീരെ ഷോർട്ടായിട്ടുള്ള ഹെയറും തീരെ തിന്നായിട്ടുള്ള ഹെയറൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ കറക്റ്റ് 6 മാസം ആകുമ്പോൾ തന്നെ വന്ന് റൂട്ട് ടച്ച് ചെയ്യണം. റൂട്ട് ടച്ച് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ റൂട്ട് നാനോപ്ലാസ്റ്റിയോ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കഴിയുമ്പോൾ സ്കാൽപ്പിൽ നിന്ന് തീരെ കുഞ്ഞ് ഹെയർ പോലും പെട്ടെന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ളതെല്ലാം കിളിർത്ത് വരും. ഈ കിളിർത്ത് വരുന്ന ഹെയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അപ്പോൾ അത് നല്ല കേൾസ് ആയിരിക്കും. ആ ഹെയറിന് നല്ല ചുരുണ്ടിട്ടായിരിക്കും. നമ്മൾ കൊഴിഞ്ഞിട്ട് കിളിക്കുന്ന ഹെയർ നല്ല ചുരുണ്ടിട്ടും, അതല്ലാതെ നിൽക്കുന്ന ഹെയർ തന്നെ ലെങ്ത് വെക്കുന്നെങ്കിൽ അതിന് ഒരു 50% കുറച്ച് കേൾസ് കുറഞ്ഞുമായിരിക്കും ഇറങ്ങുന്നത്. നന്നായിട്ട് കൊഴിഞ്ഞിട്ടുള്ളവർക്കാണ് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ അതൊരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കൊഴിഞ്ഞിട്ടുള്ള ഹെയർ എല്ലാം നല്ലതായിട്ട് കിളിർക്കും. അത് നല്ല ചുരുണ്ടിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് 6 മാസം ആകുമ്പോൾ അവർ വന്ന് റൂട്ട് ടച്ച് ചെയ്ത് എടുക്കണം. അതുപോലെ 1-2 പ്രാവശ്യം റൂട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒത്തിരി ചുരുണ്ട ഹെയർ നമുക്ക് ഉണ്ടാകത്തുമില്ല. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറിയ വേവി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും കിളിർത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറും നല്ല ഡ്രൈനെസ് ഉണ്ട് ഹെയറിന്. അപ്പോൾ ലെങ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത്, ലെങ്ത് കുറച്ചിട്ടില്ല. ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അഴിച്ചിട്ടൊന്ന് അടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈയും പിന്നെ കെരാറ്റിനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി, നല്ല തിക്നെസ്സും ഒക്കെയായി. ഇതിനി 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യണം. റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഡ്രൈനെസ് ഉള്ളതുകൊണ്ട് കെരാറ്റിനും കൂടെ ചെയ്യണം. കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയർ കിളിർത്ത് വരുമ്പോഴാണ് നല്ല കേളി ഹെയറായിട്ട് ഇറങ്ങുന്നതും. ഈ നിൽക്കുന്ന ഹെയർ തന്നെ കിളിർത്ത് വരുമ്പോൾ അത് കേൾസ് കുറഞ്ഞ വരുന്നത്. അത് നേരത്തെ കൊഴിഞ്ഞിട്ടുള്ള ഹെയറാണ്. ഹായ്, എൻ്റെ പേര് ഗ്ലോറിയ. ഞാൻ മാളയിൽ നിന്നാണ് വരുന്നത്. ശിവ ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു. എനിക്ക് ഹെയർ ചെയ്തു, ഒത്തിരി ഇഷ്ടമായി. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഹെയർ. ഇത് ഹെയർ കട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഹെയർ കട്ട് മാത്രം നല്ല വോളിയം നിൽക്കത്തക്ക വിധത്തിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്, കുറച്ച് ഷോർട്ടാക്കിയിട്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഹെയറായിട്ട്. ഇനി ഈ ഹെയർ കട്ട് ചെയ്യുന്ന അടുത്ത വർഷമേ കട്ട് ചെയ്യത്തുള്ളൂ. വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ. അതല്ലേ കൂടിയത് 6 മാസം കഴിയും കട്ട് ചെയ്യണമെങ്കിൽ. ഇത് മൂന്നാമത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്. കാരണം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചുരുണ്ട് മുകളിലേക്ക് കയറുക ഒരു ടൈപ്പ് ഹെയറായത്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഉള്ള ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് കട്ട് ചെയ്ത്. ഇത് അഴിച്ചിടുകയും ചെയ്യാം, കെട്ടിയും വെക്കാം, ആ രീതിയിലേക്ക്. ഇനി ഇത് 6 മാസമൊക്കെ ആകുമ്പം റൂട്ട് ടച്ച് മാത്രം ചെയ്ത് കൊടുത്താലും മതി. കാരണം ഹെയർ കളറോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഹെയർ അല്ല. അതുകൊണ്ട് റൂട്ട് ടച്ച് മാത്രം ചെയ്താലും മതി. അതല്ലെങ്കിൽ നാനോപ്ലാസ്റ്റ് ചെയ്യാൻ, ഹെയർ കളർ ചെയ്യുന്ന ഹെയറൊക്കെ ആണെങ്കിൽ നാനോപ്ലാസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്.
നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.